ഹായ്, ഇന്ന് നമ്മൾ തമ്മിലിൽ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ 2024 കുറിച്ചിട്ടുള്ള ഒരു റീക്യാപ്പാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതിന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ പിക്ക് ചെയ്തിട്ടുള്ളത് ഇൻസ്റ്റാഗ്രാമിൽ ഞാനൊരു Q&A ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനന്ന് റാൻഡംലി ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസിനാണ് ഞാൻ ആൻസർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതുപോലെ തന്നെ എനിക്കും നിങ്ങളുടെ അടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടുണ്ട്. അതും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഓപ്പൺ അപ്പ് ആവുന്നുണ്ട്. സോ വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 2023 ഏറ്റവും വലിയ ലെസൺ എന്തായിരുന്നു, അതെങ്ങനെയാണ് ഞാൻ 2024 അപ്ലൈ ചെയ്തതെന്നുള്ളതാണ്. ഫസ്റ്റ് എനിക്ക് ഒരു നെടുവീർപ്പോടെ അല്ലാതെ, ഒരു ദീർഘനിശ്വാസത്തോടെ അല്ലാതെ 2024 കുറിച്ച് പറയാൻ എനിക്ക് പറ്റത്തില്ല. കാരണം എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ ഡ്രാസ്റ്റിക് ചേഞ്ചിന് തുടക്കം കുറിച്ചൊരു വർഷം 2023 ആയിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ ചലഞ്ചസും അതുപോലെ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾസിലൂടെ ഞാൻ കടന്നു പോയിട്ടുള്ളൊരു വർഷം എനിക്ക് 2023 ആയിരുന്നു. എൻ്റെ പേഴ്സണൽ ലൈഫിലും പ്രൊഫഷണൽ ലൈഫിലും സ്പിരിച്വൽ ലൈഫിലും എല്ലാം എനിക്ക് വല്ലാത്ത രീതിയിലുള്ളൊരു പരീക്ഷണങ്ങൾ നേരിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസിന് ഞാൻ ആൻസർ സ്വയം കണ്ടെത്തേണ്ടതും ഡിസിഷനിലേക്ക് പോകാൻ വേണ്ടിയിട്ടും ഉള്ള ചലഞ്ചസ് എനിക്ക് ആ ഒരു 2023 ഉണ്ടായിട്ടുണ്ട്. അതിൽ മെയിനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രൊഫഷണൽ ലൈഫാണ്. ഞാൻ ലിറ്ററേച്ചർ കമ്മ്യൂണിക്കേഷൻ ജേർണലിസമാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ 4 വർഷത്തോളമായിട്ട് മീഡിയ കമ്പനിയിൽ വർക്ക് ചെയ്യുമായിരുന്നു. മാർക്കറ്റിംഗ്, അഡ്വർടൈസ്മെൻറ്റ്, ഇതിനകത്തൊക്കെയായിരുന്നു ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല 2023 ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല ഞാൻ ഈ ഒരു പ്രൊഫഷനകത്ത് നിന്ന് മാറും, വേറൊരു പ്രൊഫഷനിലേക്ക് പോകണം എന്നുള്ള ആഗ്രഹം എനിക്ക് വരുന്നു. കാരണം ഞാൻ ഇഷ്ടപ്പെട്ട് പഠിച്ചൊരു കോഴ്സായിരുന്നു, ഞാൻ ജോലി ഇഷ്ടപ്പെട്ട് തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ 2023 ഒക്കെ ആയപ്പോഴത്തേക്കും എൻ്റെ മനസ്സിൽ എനിക്ക് വല്ലാത്ത രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻസൊക്കെ വരികയാണ്. ഈ ജോലി ഞാനാണോ ചെയ്യേണ്ടത്? വേറെ ആരുടെയോ ജോലി ഞാൻ മിസ്മാച്ചായിട്ട് നിന്ന് റീപ്ലേസ് ചെയ്യുകയല്ലേ? എനിക്ക് എന്തൊക്കെയോ മറ്റു കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട്. ഈ ഒരു പ്രൊഫഷനിലേക്ക് എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. ഇതിനപ്പുറത്തേക്ക് ഇവിടെ നിന്നിട്ട് എന്തെങ്കിലും ചെയ്യുന്നതിനെക്കാട്ടിലും ബെറ്ററായിട്ട് എനിക്ക് മറ്റെന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു സംഭവങ്ങളൊക്കെ എൻ്റെ മൈൻഡിൽ വല്ലാതെ വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചു നെഗറ്റീവ് തോട്ട്സ് ആസ് യൂഷ്വൽ, നമുക്ക് ചില സമയത്ത് മടുപ്പ് വരുമല്ലോ, അങ്ങനെ വരുന്ന നെഗറ്റീവ് തോട്ട്സ് ആയിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ പിന്നെ അത് സീരിയസ് ആവാൻ വേണ്ടി തുടങ്ങി. ഞാൻ അതിനെ നോട്ടീസ് ചെയ്യാൻ തുടങ്ങി. അപ്പം എന്താണ് എൻ്റെ പ്രശ്നം എന്നുള്ളത് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ തൊട്ട് എനിക്ക് തോന്നി ഞാൻ ഈ ജോലിയല്ല ചെയ്യേണ്ടത്, വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട്. എൻ്റെ ഉള്ളിൽ നിന്ന് വല്ലാതെ ഇത് തോന്നിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ കമ്പനിയിലുള്ള ആൾക്കാരോടൊക്കെ ഇത് ഷെയർ ചെയ്യുന്നുണ്ട്. അവരാണെങ്കിലും മാക്സിമം നമ്മളെ പിടിച്ചു നിർത്താനായിട്ട് ഇങ്ങനെ ശ്രമിക്കുന്നുണ്ട്, ടേക്ക് യുവർ ടൈം എന്നൊക്കെ പറയുന്നൊക്കെയുണ്ട്. പക്ഷേ ആദ്യമൊക്കെ ഡേ ആൻഡ് നൈറ്റ് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഞാൻ പിന്നെ എനിക്ക് ഓഫീസിൽ പോകാൻ ഇഷ്ടമല്ലാതായി, വർക്ക് ചെയ്യാൻ ഇഷ്ടമല്ലാതായി. കിട്ടുന്ന സാലറിയിലും ഇൻസെൻറ്റീവ്സിലും ഒന്നും എനിക്കൊരു ഹാപ്പിനെസ് ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. പൈസ നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യാത്തൊരു മൊമെൻറ്റിലേക്ക് ഞാൻ എത്തി. ഒരു ദിവസമാണെങ്കിലില്ലേ, ഞാൻ ലഞ്ചൊക്കെ എടുത്തിട്ടായിരുന്നു ഓഫീസിൽ പോയത്. പക്ഷേ ഒരു 11:30 ആയി കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഉള്ളിൽ നിന്ന് വല്ലാതെ ഇങ്ങനെ ഫോഴ്സ് ചെയ്യാണ്, ലീവ് ഫ്രം ഹിയർ, ദിസ് ഈസ് നോട്ട് ദ പ്ലേസ് ഫോർ യു എന്നൊക്കെ ഇങ്ങനെ ഭയങ്കര തോട്ട്സ് വന്നിട്ട് ഞാൻ ബാഗ് എടുത്ത് പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി. എന്താണെന്നൊന്നും എനിക്ക് മനസ്സിലായില്ല. പോകുന്ന വഴിക്ക് ഞാൻ മെയിൽ അയച്ചു, റെസിഗ്നേഷൻ മെയിൽ. താങ്ക് യു ഫോർ ദ ഓപ്പർച്യൂണിറ്റീസ് യു ഹാവ് പ്രൊവൈഡഡ് മീ, ഞാൻ ഈ ജോലി ഡിസ്കണ്ടിന്യൂ ചെയ്യുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മെയിൽ അയച്ചു. അപ്പോൾ അവർ ഓൾറെഡി എക്സ്പെക്റ്റ് ചെയ്തിരുന്നൊരു കാര്യമായതുകൊണ്ട് അവർക്കും അങ്ങനെ പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. എന്നിട്ട് ഞാൻ ജോലി നിർത്തി കഴിഞ്ഞിട്ടാണെങ്കിലും ഞാൻ എൻ്റെ ഡിഗ്രീൻ്റെ ലാബ് എക്സാം കഴിഞ്ഞിട്ട് അതിൻ്റെ പിറ്റേ ദിവസം തൊട്ട് ജോലിക്ക് കയറിയ ഒരാളാണ്. കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ 4 വർഷം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം സത്യം പറഞ്ഞാൽ ഞാൻ എന്തിനാണ് റിസൈൻ ചെയ്തത്, അടുത്തത് ഞാൻ എന്താണ് ചെയ്യാൻ പോകേണ്ടത്, അത് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള 2 മാസം ഞാൻ ലിറ്ററലി റെസ്റ്റ് എടുക്കുകയായിരുന്നു. എനിക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത്, ലൈക്ക് എന്നെയും കൂട്ടിയിട്ടൊരു സിനിമയ്ക്ക് പോവുക, എൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് സ്വയം ഐഡൻറ്റിഫൈ ചെയ്യുക, എനിക്കിഷ്ടമുള്ള പുസ്തകങ്ങൾ വായിക്കുക, സിനിമകൾ കാണുക, വെറുതെ കിടക്കുക, ഫുഡ് കഴിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവൻച്വലി എന്താണ് എനിക്ക് വേണ്ടതെന്നുള്ളതും ഞാൻ ഐഡൻറ്റിഫൈ ചെയ്ത് വരുന്നുണ്ടായിരുന്നു. ഞാൻ എൻഡ് ഓഫ് ദി ഡേ ഞാൻ എത്തിയ ഒരു വേർഡ് എന്ന് പറയുന്നത് ഒരു സ്റ്റുഡൻറ്റ് ലൈഫ്, അതായത് ഞാൻ ഡിസ്കണ്ടിന്യൂ ചെയ്ത എൻ്റെ ഒരു സ്റ്റഡീസ് എനിക്ക് കണ്ടിന്യൂ ചെയ്യണം, എനിക്ക് PG ചെയ്യണം എന്നുള്ളൊരു സംഭവത്തിലേക്ക് എനിക്ക് വന്നു. കാരണം ആ ഒരു സ്റ്റുഡൻറ്റ് ലൈഫ് ഉറപ്പായിട്ടും നമുക്ക് സ്വന്തം ഒന്ന് ഇവോൾവ് ആവാനും പുതിയ കാര്യങ്ങളിലേക്ക് ഡൈവേർട്ട് ആവാനും ഒക്കെയുള്ളൊരു ഓപ്പർച്യൂണിറ്റി തരും എന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു. അപ്പോൾ എന്ത് പഠിക്കും, ഞാൻ എന്താണ് പഠിക്കേണ്ടത്? അപ്പോൾ എനിക്കൊരു MBAക്ക് പോകണമെന്ന് തോന്നുന്നുണ്ടായിരുന്നില്ല, എനിക്കൊരു MA ജേർണലിസം തന്നെ കണ്ടിന്യൂ ചെയ്യണമെന്ന് തോന്നുന്നുണ്ടായിരുന്നില്ല. അറ്റ് ലാസ്റ്റ് എനിക്ക് മൈൻഡിലേക്ക് ഞാൻ കുറച്ചുകൂടി പ്രയറൊക്കെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും സൈക്കോളജി എന്ന് പറയുന്നൊരു സംഭവം എൻ്റെ മൈൻഡിലേക്ക് വന്നു. അപ്പോൾ എനിക്ക് കൊച്ചിലേ തൊട്ട് ഇഷ്ടമാണ് ഈ ഒരു സംഭവം. അപ്പോൾ സൈക്കോളജി പഠിക്കാം, ഓക്കെ, അതിലൊരു PG എടുക്കാം എന്നൊക്കെ എനിക്ക് തോന്നി തുടങ്ങി. ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, കുറച്ചും കൂടി ലൈഫിനെ കുറിച്ച് മനസ്സിലാക്കാം, ബിഹേവിയേഴ്സിനെ കുറിച്ച് പഠിക്കാം എന്നൊക്കെ എനിക്ക് തോന്നി തുടങ്ങി.
അങ്ങനെ ഞാൻ സൈക്കോളജി വെച്ചിട്ടുള്ള കോഴ്സുകളൊക്കെ അന്വേഷിച്ച് നോക്കുമ്പോഴത്തേക്കും MSc ലെവലിലുള്ള കോഴ്സുകൾക്കൊന്നും ഞാൻ എലിജിബിൾ അല്ല. എൻട്രി റിക്വയർമെൻറ്റ്സ് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ എല്ലാത്തിനും BSc സൈക്കോളജി ബാക്ക്ഗ്രൗണ്ട് വേണം. തപ്പി എവിടെയും കിട്ടുന്നില്ല. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവസാനം എനിക്ക് അതും ഡ്രോപ്പ് ചെയ്യേണ്ടതായിട്ട് വന്നു. എന്നിട്ട് ഞാൻ കഫേയിൽ പോയിട്ട് യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാമിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു കോഴ്സ്, ഓക്കെ MA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പോകുന്ന സമയത്ത് വളരെ എന്താ പറയുക മാജിക്കലായിട്ട് അൺഫോർച്ചുനേറ്റായിട്ട് ഞാൻ അവിടെ ഒരു സംഭവം കാണുകയാണ്, MA കൗൺസിലിംഗ് എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ തപ്പിക്കൊണ്ടിരുന്ന മുഴുവനും സൈക്കോളജി എന്ന് പറഞ്ഞിട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് കോഴ്സ് കിട്ടാതിരുന്നത്. അപ്പം MA കൗൺസിലിംഗ് എന്നുള്ളൊരു കോഴ്സ് ഞാൻ എവിടെയും കണ്ടുമില്ല. അപ്പോഴാണ് ഞാനത് കാണുന്നത്. അപ്പം ഞാൻ അതിൻ്റെ എൻട്രി റിക്വയർമെൻറ്റ്സും സിലബസും സംഭവങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് എനി ഗ്രാജുവേറ്റ്സിന് ഈ എൻട്രൻസ് പാസ്സായിട്ടുണ്ടെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 30 സീറ്റേ മാത്രമേ ഉള്ളൂ. MG യൂണിവേഴ്സിറ്റി മെയിൻ ക്യാമ്പസിലാണ് കോഴ്സ് നടക്കുന്നത്. വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കോഴ്സിലേക്ക് അഡ്മിഷൻ കിട്ടും. കൗൺസിലിംഗ് സൈക്കോളജിയാണ് ടോപ്പിക്ക് വരുന്നത്. കറക്റ്റ് ഞാൻ എക്സാക്റ്റ് ഞാൻ എന്താണോ അന്വേഷിച്ചുകൊണ്ടിരുന്നത് ആ ഒരു കോഴ്സ് എനിക്ക് അവിടെ കിട്ടി. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഒന്നും നോക്കിയില്ല, ബാക്കിയെല്ലാം കളഞ്ഞിട്ട് ഞാൻ ഈ ഒരു കോഴ്സിന് മാത്രം ആപ്ലിക്കേഷൻ ഇട്ട് കഴിഞ്ഞപ്പോഴാണെങ്കിലും അപ്പം ഞാൻ ഒന്നും ചിന്തിച്ചില്ല. പക്ഷേ പിന്നെയാണ് ഞാൻ ആലോചിക്കുന്നത്, ഈ കോഴ്സിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നവരെന്തായാലും BSc സൈക്കോളജി പഠിച്ചവരായിരിക്കും. ഞാനാണെങ്കിലും 4 വർഷമായിട്ട് എനിക്ക് അക്കാഡമിക്സുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. അവരുമായിട്ട് കോമ്പീറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുന്ന രീതിയിൽ, അങ്ങനെ കോമ്പീറ്റ് ചെയ്ത് നിന്ന് എൻട്രൻസ് എക്സാം പാസ്സാകാൻ പറ്റുന്ന രീതിയിലുള്ള ഒന്നും എൻ്റെ കയ്യിലില്ല. അപ്പം ഞാൻ എങ്ങനെ ഇതിലേക്ക് അഡ്മിഷൻ കിട്ടും എന്നുള്ളൊരു സംഭവമൊക്കെ എൻ്റെ മൈൻഡിലേക്ക് വന്നു. പക്ഷെ അപ്പോഴും പിന്നെ ഞാൻ തിരിച്ച് വീട്ടിൽ പോയിട്ടാണെങ്കിൽ, ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിലും എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വരികയാണ്, ഈ 30 സീറ്റിൽ ഒരു സീറ്റ് എനിക്കുള്ളതാണ്. എൻ്റെ മൈൻഡിൽ അപ്പോഴേ അതങ്ങ് രജിസ്റ്റർ ആയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ബാക്കി എല്ലാവരും നോക്കിയപ്പോൾ സിലബസ് കിട്ടി. ഞാൻ ഇതിനകത്ത് എങ്ങനെ നോക്കിയിട്ട് എനിക്ക് സിലബസ് എവിടെ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് എനിക്കൊന്നും നോക്കാൻ പോലും അറിയത്തില്ല. കാരണം ഞാൻ 4 വർഷമായിട്ട് തീരെ അക്കാഡമിക്സുമായിട്ടൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. ഞാൻ സിലബസ് പോലും നോക്കാണ്ട് ഒന്നും പഠിക്കാതെ പോയിട്ടാണ് സത്യം പറഞ്ഞാൽ എന്താ പറയുക തൃക്കാക്കര BMC കോളേജിൽ വെച്ചിട്ടായിരുന്നു എനിക്ക് എക്സാം നടന്നിട്ടുണ്ടായിരുന്നത്. എക്സാം പോയിട്ട് എഴുതി കഴിഞ്ഞപ്പോഴത്തേക്കും എക്സാം കഴിഞ്ഞിട്ടും എൻ്റെ ഉള്ളിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ട് എനിക്ക് ഉറപ്പാണ് ഈ ഒരു 30 സീറ്റിൽ ഒരു സീറ്റ് എനിക്കുള്ളതാണെന്നുള്ളത്. അങ്ങനെ റാങ്ക് ലിസ്റ്റ് വന്നു. 22nd പൊസിഷനിൽ എൻ്റെ പേരുണ്ടായിരുന്നു യൂണിവേഴ്സിറ്റി അഡ്മിഷന് വേണ്ടിയിട്ട്. അതിനിടയിൽ ഞാൻ മലേഷ്യയിലേക്കൊരു ട്രിപ്പൊക്കെ പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ മൈൻഡൊക്കെ കംപ്ലീറ്റ്ലി ഫ്രഷ് ആയിട്ട് ജൂലൈ ഒക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ അഡ്മിഷനൊക്കെ എടുത്ത് ഞാൻ യൂണിവേഴ്സിറ്റിയിലേക്ക് വന്നു. വരുന്നതിന് മുമ്പ് എൻ്റെ മനസ്സിൽ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. ഞാൻ ഇത്രയും കാലം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫീസ്, ഹോസ്റ്റൽ ഫീസ്, എൻ്റെ എക്സ്പെൻസുകളൊക്കെ ഞാൻ എങ്ങനെ മീറ്റ് ചെയ്യും? പാരൻസിനെ എഗെയിൻ ഡിപ്പെൻഡ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവർക്കത് ഇഷ്ടപ്പെടുമോ? അവർക്കതൊരു ബുദ്ധിമുട്ടാവോ? ഞാൻ ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ടാവോ? അങ്ങനെയൊക്കെയുള്ള തോന്നലുകളും അങ്ങനെയൊക്കെ എനിക്കുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും ഞാൻ പള്ളിയിലൊക്കെ പോയിട്ടിരുന്ന് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുക. എൻ്റെ എല്ലാ വിഷമങ്ങളും ഞാനിങ്ങനെ പറയുന്ന സമയത്തും എൻ്റെ മൈൻഡിലേക്ക് ഒരു വചനം ഇങ്ങനെ കടന്നു വന്നിട്ടുണ്ടായിരുന്നു. എന്നെ വളരെ സ്വാധീനിച്ചിട്ടുള്ളൊരു വചനമാണ്. ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിലുകൾ ഒടിക്കുകയും ഇരുമ്പോടാമ്പലുകൾ തകർക്കുകയും ചെയ്യുന്നായിരുന്നു ആ ഒരു വചനം. ഞാൻ ആ സമയത്ത് യൂണിവേഴ്സിറ്റി അഡ്മിഷൻ എടുക്കുമ്പോഴും എനിക്കെന്തോ 18.something K ഫോളോവേഴ്സ് എന്തോ ഉള്ളൂ. അധികം എൻ്റെ ആണെങ്കിലും ഒത്തിരി മാറ്റം. ആദ്യം ഞാൻ UAE നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, പിന്നെ ആണെങ്കിൽ ഞാൻ കൊച്ചിയിൽ വർക്ക് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നു, പിന്നെ ആണെങ്കിലും ഞാൻ കറക്റ്റായിട്ട് ഞാൻ എന്താണെന്നുള്ളൊരു ഐഡൻറ്റിറ്റി എനിക്ക് കൊടുക്കാൻ പറ്റാത്ത രീതിയിലായിരുന്നു എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജൊക്കെ ഉണ്ടായിരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണെന്നുണ്ടെങ്കിലും ഈ അതിരമ്പുഴ എന്ന് പറയുന്നൊരു സ്ഥലം, യൂണിവേഴ്സിറ്റി ക്യാമ്പസ്, എനിക്ക് വല്ലാത്തൊരു തരം ഒരു വന്യതയും ഒരു ശൂന്യതയൊക്കെയാണ് എനിക്കിവിടെ തോന്നുന്നത്. ഞാൻ ഇവിടെ നിന്ന് എവിടെ തുടങ്ങും? എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ഇവിടെ നിന്നുകൊണ്ട് ഇവിടെ നിന്ന് ഞാൻ എങ്ങനെ ഒരു ഇൻകം ജനറേറ്റ് ചെയ്യും? ഞാൻ എങ്ങനെ എൻ്റെ എക്സ്പെൻസ് മീറ്റ് ചെയ്യും എന്നുള്ളൊരു സംഭവമൊക്കെ എനിക്ക് അഡ്മിഷൻ എടുക്കാൻ വരുന്ന സമയത്തൊക്കെ ഉണ്ടായിരുന്നു. അറ്റ് ദ സെയിം ടൈം എന്നോട് ദൈവം എന്താണ് പറഞ്ഞിട്ടുള്ളത് ആ ഒരു കാര്യം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഞാൻ ഇവിടെ വന്നു, ഒന്നും വേറൊന്നും ആലോചിച്ചില്ല. ബിക്കോസ് എനിക്കറിയാമായിരുന്നു ഈ ഒരു ഡിസിഷൻ ഈസ് ടേക്കൻ ഫ്രം സോൺ എൽസ് എന്നുള്ളത് എനിക്കറിയായിരുന്നു. അപ്പോൾ ഞാൻ വന്നിട്ടാണെങ്കിൽ അഡ്മിഷൻ എടുത്തു. ഇപ്പം ഞാൻ ഫസ്റ്റ് സെമ്മ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട്. ഇതുവരെ എല്ലാ മാസവും എനിക്ക് എൻ്റെ ഹോസ്റ്റൽ ഫീസ് ആണെങ്കിലും എക്സ്പെൻസ് ആണെങ്കിലും മീറ്റ് ചെയ്യാനായിട്ടുള്ള ആ ഒരു പെർട്ടിക്കുലർ എമൗണ്ട് എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് തന്നെ എനിക്ക് എൻ്റെ രീതിയിൽ തന്നെ എനിക്കൊരു ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് ദൈവം എനിക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. എന്താണോ എനിക്ക് വാഗ്ദാനം ചെയ്തത് അതിലേക്ക് ഞാൻ കയ്യും കെട്ടി നിന്ന് കൊടുക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷേ എനിക്ക് വേണ്ടിയിട്ടുള്ളതെല്ലാം ദൈവം എനിക്കിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവൻച്വലി അതെല്ലാം എന്നെ തേടി വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി മുമ്പോട്ടാണെന്നുണ്ടെങ്കിൽ ഞാനത് ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്. ഇപ്പം എല്ലാവരും ചോദിക്കുന്നു, ഓക്കെ ഈ കോഴ്സ് കഴിഞ്ഞിട്ട് എന്താണ് ചെയ്യാൻ പോകുന്നത്, ബാക്കി എന്താണ് കാര്യങ്ങളെന്നൊക്കെ. ഞാൻ ആലോചിക്കുന്നില്ല അതിനെക്കുറിച്ചിട്ട്. കാരണം എൻ്റെ കാര്യങ്ങൾ എനിക്ക് മുമ്പേ ഓൾറെഡി എൻ്റെ ദൈവം ഡിസൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
പിന്നെ ഞാൻ എന്തിനാണ് ഓവറായിട്ട് ചില കാര്യങ്ങളെക്കുറിച്ച് കൺസേൺഡ് ആവുന്നത്? ഒരു ദിവസം നമുക്ക് എടുക്കേണ്ട ടെൻഷൻസും സ്ട്രെസ്സും മാത്രം നമ്മൾ എടുക്കാൻ പാടുള്ളൂ എന്ന് കൃത്യമായിട്ട് ബൈബിളിൽ പറയുന്നുണ്ട്. അതിൽ കൂടുതലുള്ള ആകുലതകൾ നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ അതിനെക്കുറിച്ചിട്ടൊന്നും ആലോചിക്കുന്നില്ല. പിന്നെയാണെന്നുണ്ടെങ്കിൽ പേഴ്സണൽ ലൈഫ്, എൻ്റെ പേഴ്സണൽ ലൈഫിലാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്താ പറയേണ്ടത്, ഞാൻ മുമ്പോട്ടിനി എക്സിസ്റ്റ് ചെയ്യണോ വേണ്ടോ എന്നുള്ളത് പോലും ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന, അതിനകത്ത് തന്നെ ഞാൻ വല്ലാതെ ഇല്ലാതായിപ്പോയിട്ടുള്ളൊരു വർഷമായിരുന്നു 2023. അപ്പോൾ അവിടെ നിന്നാണെങ്കിലും എന്നെ കൈപിടിച്ച് മുമ്പോട്ട് കൊണ്ടുവന്നതും ഒക്കെ എന്നോടിങ്ങനെ പറയണ്ടായിരുന്നു, ഒരു പുതിയ ആകാശവും ഒരു പുതിയ ഭൂമിയും ഞാൻ നിനക്ക് നൽകും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെയാണ് എൻ്റെ മൈൻഡിലേക്ക് ഇങ്ങനെ ഒരു വാക്ക്, അത് ബൈബിളിൽ എവിടെയാണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല, എൻ്റെ മൈൻഡിലേക്ക് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മുമ്പോട്ട് ജീവിക്കണമെന്ന് തീരുമാനിച്ച ആ ഒരു നിമിഷം മുതൽ തന്നെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എൻ്റെ ലൈഫിലുണ്ടായിട്ടുണ്ട്. ബാക്കിയുള്ള വിഷമങ്ങളും സങ്കടങ്ങളെല്ലാം ഞാൻ ദൈവത്തിന് മുമ്പിലാണ് ഓപ്പണപ്പ് ആയിട്ടുള്ളത്. മറ്റാരോടും ഞാനത് തുറന്ന് പറഞ്ഞിട്ടുമില്ല. എൻ്റെ വളരെ ക്ലോസ് ആയിട്ടുള്ള 1-2 പേർക്കല്ലാതെ ആർക്കും അതിനെക്കുറിച്ചൊന്നും അറിയത്തുമില്ല. പിന്നെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ സ്പിരിച്വൽ ലൈഫാണ്. ഞാനൊരു RC ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരാളാണ്. അപ്പോൾ 23 വർഷത്തോളം ഞാൻ വിശ്വസിച്ചിട്ടുള്ള കാര്യങ്ങൾ, ഞാൻ ഫോളോ ചെയ്തിട്ടുള്ള രീതികൾ, ഇതെല്ലാം തെറ്റാണ്, ഇങ്ങനെയല്ല ഇതിനെ കാണേണ്ടത്, ഇതിന് മറ്റൊരു പേഴ്സ്പെക്റ്റീവ് ഉണ്ട് എന്നുള്ളൊരു സംഭവം എൻ്റെ ലൈഫിലേക്കൊരു ഇംപ്ലിക്കേഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇതിനെ ഞാൻ സ്വീകരിക്കണോ? ഒന്നെങ്കിൽ ഞാൻ അതിനെ സ്വീകരിച്ചിട്ട് മറ്റൊരു കമ്മ്യൂണിറ്റിയിലേക്ക് പോകണം, അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനെ മുഴുവൻ എതിർത്ത് നിൽക്കണം. അപ്പോൾ ഇതിൽ എന്ത് വേണം എന്നുള്ള ഒരു ഡിസിഷൻ എടുക്കേണ്ട ഒരു സ്പിരിച്വൽ ലൈഫിലെ ഒരു ചലഞ്ചും കൂടി എനിക്ക് ആ ഒരു വർഷം ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോഴും ഞാൻ അവസാനമായിട്ട് തീരുമാനിച്ചൊരു കാര്യം, ഞാൻ ഇമോഷണലി വല്ലാതെ ഡൗൺ ആയിരുന്നു. ലൈഫിൽ ഞാൻ പ്രൊഫഷണലി ആണെങ്കിലും ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ലാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ ഞാൻ ദൈവത്തിനോട് തന്നെ പറഞ്ഞു, ദൈവമേ, എനിക്കറിയത്തില്ല ഇതിൽ ഏതാണ് ശരി ഏതാണ് തെറ്റെന്നൊക്കെ, നീയാണ് ശരിയും തെറ്റും തീരുമാനിക്കുന്ന ആൾ. സോ എൻ്റെ മനസ്സിലിപ്പം നിറഞ്ഞിട്ടുള്ള എല്ലാ കൺഫ്യൂഷൻസും എല്ലാ കോംപ്ലിക്കേഷൻസും നീയായിട്ട് തന്നെ അതിനുള്ളൊരു സൊല്യൂഷൻ അല്ലെങ്കിൽ അതിനുള്ളൊരു ആൻസർ എനിക്ക് കണ്ടെത്തി തരാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. അതിനപ്പുറത്തേക്ക് ഞാൻ അതിനകത്തൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഒരു 3 രീതിയിലുള്ള പരീക്ഷണങ്ങളും എനിക്ക് നേരിട്ടൊരു വർഷമായിരുന്നു 2023. ഇതിനകത്ത് നിന്നുള്ള പാഠങ്ങൾ എനിക്ക് എണ്ണി പറഞ്ഞാൽ തീരത്തില്ല. ഓരോ സിംഗിൾ കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ പാഠങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടിട്ടുള്ള ഒരു ജീവിതമായിരുന്നു 2024 എൻ്റെത്. അതിൻ്റെ റിസൾട്ട് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഏറ്റവും കൂടുതലായിട്ട് ദൈവത്തോട് ചേർന്ന് നിന്നൊരു വർഷമായിരുന്നു. എന്നെ പേഴ്സണലി ഞാൻ ഒന്ന് പ്യൂരിഫിക്കേഷൻ ചെയ്യണം എന്ന് ഞാൻ തന്നെ ഒന്ന് ഡിസൈഡ് ചെയ്തിട്ട് അതിനുള്ള എല്ലാ എഫേർട്സും ഞാൻ ഇട്ടിട്ടുണ്ട്. കരിയറിലേക്കാണെങ്കിലും ഒക്കെ ഞാനിതല്ല മറ്റൊന്നാണ് ചെയ്യേണ്ടതെന്ന് എൻ്റെ മനസ്സ് പറയുമ്പോൾ അതിനനുസരിച്ചിട്ട് ഞാൻ എല്ലാം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ലെസൺസ് എല്ലാം എനിക്ക് 2024 ഒരുപാട് ഉപകാരപ്രദമായിട്ടുണ്ട്. അതിൻ്റെ എല്ലാ റിസൾട്ട് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഞാൻ ഡയറിയിൽ നോക്കിയിട്ട് വായിക്കുകയാണ്. ഹൗ ഡു യു സ്റ്റേ മോട്ടിവേറ്റഡ് ടു കീപ്പ് അപ്പ് വിത്ത് യുവർ കോണ്ടൻറ്റ് ക്രിയേഷൻ വൈൽ മെയിൻറ്റെയിനിങ് എ ബാലൻസ്ഡ് ലൈഫ്? ഈ ക്വസ്റ്റ്യൻ എനിക്ക് ആൻസർ ചെയ്യുന്ന സമയത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കോണ്ടൻറ്റ് ക്രിയേഷനിലേക്ക് ഞാൻ എങ്ങനെ വന്നു എന്നുള്ളതാണ്. ഞാൻ ദുബായിലൊക്കെ എത്തിയതിന് ശേഷമാണെങ്കിൽ വല്ലാത്ത സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു വർക്ക് ലൈഫായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ആ സമയത്ത് ഞാൻ ഈ ഒരു എൻ്റെ ബ്രെയിനിൻ്റെ ഹാഫ് പോർഷൻ ഇപ്പോഴും വർക്ക് ചെയ്യുന്നത് ക്രിയേറ്റിവിറ്റിയിലാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് എനിക്ക് വല്ലാതെ ഫ്രസ്ട്രേഷനൊക്കെ വരാൻ തുടങ്ങിയപ്പം എനിക്ക് എൻ്റേതായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊക്കെയുള്ളൊരു തോന്നലിൽ നിന്നാണ് ഞാൻ കോണ്ടൻറ്റ് ക്രിയേഷനിലേക്ക് വരുന്നത്. ആ സമയത്ത് ഞാൻ എന്ത് വ്ളോഗ് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അപ്പോൾ അത് ഞാൻ വിചാരിച്ചു, എന്നെക്കുറിച്ച് ഞാൻ സംസാരിക്കാം, എൻ്റെ ലൈഫ് എക്സ്പീരിയൻസിനെ കുറിച്ച് എനിക്ക് സംസാരിക്കാൻ തോന്നിയിട്ടാണ് എവറിത്തിങ് ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നൊരു പേജ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ വ്ളോഗ് ചെയ്യുന്നത്. ഞാൻ ഇതിനകത്തിരുന്ന ഓരോ കുഞ്ഞു സ്റ്റോറീസ് ആണെങ്കിലും കുഞ്ഞു പോസ്റ്റുകളാണെങ്കിൽ പോലും അത്രയ്ക്ക് ഞാൻ ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ടാണ് സാധനങ്ങളൊക്കെ വരുന്നത്. ഇഷ്ടപ്പെട്ട് ചെയ്യുന്നൊരു കാര്യത്തിന് നമുക്ക് കഷ്ടപ്പാടുണ്ടാവില്ല. അതുപോലെയാണ് എൻ്റെ കാര്യം. ഞാൻ എൻ്റെ ഡെയിലി ലൈഫും എല്ലാം ബാലൻസ് ചെയ്ത് പോകുമ്പോഴും ഇതൊരിക്കലും എന്നെ അഫക്റ്റ് ചെയ്യുന്നോ അല്ലെങ്കിൽ എൻ്റെ ടൈം കൺസ്യൂം ചെയ്യുന്നോ ഇല്ല. കാരണം ഞാൻ ഇഷ്ടപ്പെട്ടിട്ടാണ് ചെയ്യുന്നത്. എന്നോട് എല്ലാവരും ചോദിക്കും, വീഡിയോ ഏതിലാണ് എഡിറ്റ് ചെയ്യുന്നത്, എത്ര സമയം എടുക്കും എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇതൊക്കെ ഇങ്ങനെ ആലോചിച്ചുണ്ടാക്കുന്നത്, എങ്ങനെ കണ്ടൻസ് ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കും. പക്ഷേ എനിക്ക് എങ്ങനെയാണെന്നറിയാമോ, ഞാൻ ലൈഫ് സ്റ്റൈൽ വ്ളോഗിങ് കൂടി ചെയ്യുന്നതുകൊണ്ട് എങ്ങനെയോ എന്നാൽ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാം എന്നുള്ളൊരു ഐഡിയ എത്തും. എനിക്കിനകത്ത് ഓരോ സ്റ്റേജും ഇഷ്ടമാണ്. ലൈക്ക് എൻ്റെ ഫോണിൽ ഞാൻ തന്നെ ഒരു കുഞ്ഞു വീഡിയോ, ഒന്നും വലിയ പെർഫെക്റ്റ് ആണെന്നോ അടിപൊളിയാണെന്നോ ഒന്നുമല്ല ഞാൻ പറയുന്നത്, എനിക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷനാണ്. ഞാൻ ഒരു കുഞ്ഞു വീഡിയോ, ഒരു പൂ വിരിയുന്ന വീഡിയോയോ അല്ലെങ്കിൽ ഒരു സൂര്യൻ്റെ വീഡിയോ, ഒരു ചിത്രശലഭത്തിൻ്റെ വീഡിയോ പോലും ഞാൻ എടുക്കുമ്പോൾ എൻ്റെ ഫോണിൽ അത് ഷൂട്ട് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മൊബൈൽ വീഡിയോഗ്രാഫി എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ചിലതിലാണെന്ന് പിന്നെ വോയിസ് ഓവർ കൊടുക്കുക, അതിന് വേണ്ടിയിട്ട് ഒരു സ്ക്രിപ്റ്റ് സ്വന്തമായിട്ട് ഡയറക്റ്റ് ചെയ്യുക, അത് പറയുക,
ഏറ്റവും ലാസ്റ്റ് ഇപ്പം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനം എന്ന് പറഞ്ഞാൽ എഡിറ്റിംഗ് ആണ്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് എഡിറ്റ് ചെയ്യുക, അതിന് വേണ്ടിയിട്ട് ഫോണ്ടുകൾ കണ്ടുപിടിക്കുക, മ്യൂസിക് സെലക്ട് ചെയ്യുക, ഓരോ പോർഷൻസും സെറ്റ് ചെയ്തെടുക്കുക, അവസാനം അത് എന്താ പറയുക ഡൗൺലോഡ് ചെയ്ത് അത് അപ്ലോഡ് ചെയ്ത് ഒരു ക്യാപ്ഷനൊക്കെ ഇട്ട് ഹാഷ്ടാഗ്സ് ഒക്കെ കൊടുത്ത് അതൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അത് വേറെ ലെവലാണ്. എന്താ പറയുക, നമ്മൾ നമ്മുടെ പാഷനെ ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു പ്യുവർ ഹാപ്പിനെസ് ഇല്ലേ, അതാണ് എനിക്കിതൊക്കെ ചെയ്യുന്ന സമയത്ത് കിട്ടുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എൻ്റെ ബാലൻസ് ലൈഫിലെ ഓരോ സംഭവങ്ങൾ ബാലൻസ് ചെയ്യുമ്പോൾ ഇതെങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ആണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്കിതിന് അധിക സമയമൊന്നും വേണ്ട വരാറില്ല. എല്ലാം ഞാൻ പെട്ടെന്ന് തീർക്കും. ഇപ്പോൾ ഒരു വീഡിയോ എടുത്ത് കഴിയുന്നൊക്കെ വളരെ പെട്ടെന്ന് എനിക്ക് എഡിറ്റ് ചെയ്തൊക്കെയാണ് പെട്ടെന്ന് തീരും, ഞാൻ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതുകൊണ്ട്. അതുകൊണ്ട് അതൊക്കെ അടിപൊളിയായിട്ട് വന്നു. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എൻ്റെ മെൻ്റൽ വെൽനെസ്, ഫിസിക്കൽ വെൽനെസ് ഒക്കെ എങ്ങനെയാണ് ഞാൻ ഈ ഒരു വർഷം പ്രയോറിറ്റൈസ് ചെയ്യാൻ പോകുന്നതെന്നാണ്. ആദ്യം മെൻ്റൽ വെൽനെസ്സിനെ കുറിച്ചിട്ട് പറയാം. ഫസ്റ്റ് ഞാൻ ഈ പറഞ്ഞ പോലെ 23-ൽ ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് എന്തൊക്കെ ട്രിഗേഴ്സാണ് എന്നെ ഹേർട്ട് ചെയ്യുന്നത്, എന്തൊക്കെയാണ് എന്നെ സന്തോഷിപ്പിക്കുന്നത്, എന്തൊക്കെയാണ് എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്നത് എന്നൊക്കെ ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഹാപ്പിനെസ്സിന് ഞാൻ എന്തൊക്കെ ചെയ്യണം, ഒന്ന് റിഫ്രഷ് ആവാൻ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ ഉള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കാത്തവർ ആദ്യം അത് മനസ്സിലാക്കുകയാണ് വേണ്ടത്. അപ്പോഴാണ് നമുക്ക് മെൻ്റൽ വെൽനെസ്സിനെ കുറിച്ചിട്ട് നമുക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം ഞാൻ എൻ്റെ ട്രിഗേഴ്സും ഇതെല്ലാം ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ എനിക്ക് ഹാംഫുൾ ആവുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളിലേക്കും ഞാൻ ഇൻവോൾവ് ആവുകയോ അതെൻ്റെ ലൈഫിലേക്ക് ഞാൻ വലിച്ചു കൊണ്ടുവരികയോ ചെയ്യത്തില്ല എന്നുള്ളത് ഞാൻ തീരുമാനിച്ചിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ നമ്മൾ സദാ ഈ ലോകവുമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക എന്നാണ് പറയുന്നത്. ഇപ്പം നമ്മളിപ്പം എന്താ പറയുക വളരെ ഞാൻ പ്രാർത്ഥിച്ച് വളരെ തീരുമാനങ്ങളൊക്കെ എടുത്ത് ഞാൻ ഇനി അങ്ങനെ ചെയ്യത്തില്ല, ഞാൻ ഇങ്ങനെ ചെയ്യുള്ളൂ, ആ ഡിസിഷനിലേക്ക് ഞാൻ പോവും, അങ്ങനെയൊക്കെ നമ്മൾ തീരുമാനിച്ചിരുന്നാലും നമ്മൾ ഈ ലോകവുമായിട്ടാണ് യുദ്ധം ചെയ്യുന്നത്. നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്, നമ്മളും അതിലൊരാളാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പം ചില സമയത്ത് നമുക്ക് ദേഷ്യം വരും, നമുക്ക് സങ്കടം വരും, ഫ്രസ്ട്രേഷൻ തോന്നും, മറ്റുള്ളവരോട് വെറുപ്പോ വിദ്വേഷമൊക്കെ തോന്നും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഇമോഷൻസ് ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ, നെഗറ്റീവ് ഇമോഷൻസ് ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ മാക്സിമം ഒഴിവാക്കാനായിട്ടും നമ്മൾ കാരണം മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല, നമ്മൾ ആരുടെയും ലൈഫിലൊരു എന്താ പറയുക ഒരു നെഗറ്റീവ് ക്യാരക്ടറായിട്ട് നിൽക്കാൻ പാടില്ല എന്നുള്ളൊരു സംഭവമൊക്കെയാണ് ഞാൻ മെൻ്റൽ വെൽബീയിങ്ങിന് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നത്. പിന്നെ ഫിസിക്കലാണെന്നുണ്ടെങ്കിലും എനിക്ക് കുറേ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതിനകത്ത് നിന്നൊക്കെ ഒന്ന് പുറത്തേക്ക് വരാനായിട്ട്, അതുപോലെ തന്നെ വെയിറ്റ് ഗെയിനൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യണം. അതുപോലെ തന്നെ എൻ്റെ ഹെയറൊക്കെ ഞാൻ വെട്ടിക്കളഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഒന്ന് വളർത്തണം, കുറച്ചുകൂടി നന്നായിട്ട് നിൽക്കണം. പിന്നെ ഞാനാണെങ്കിൽ കോസ്മെറ്റിക്സ് ഒക്കെ കുറച്ച് യൂസ് ചെയ്യുന്നത് കൺട്രോൾ ചെയ്യണം. ഞാൻ ലിപ്സ്റ്റിക്കൊക്കെ ഇല്ലാതെ എനിക്ക് നിൽക്കാൻ പറ്റില്ല, അങ്ങനെ ഒരു അഡിക്ഷനിലേക്കൊക്കെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും എനിക്ക് ആവശ്യമില്ല, വേണമെങ്കിൽ ഇട്ടാൽ മതി. നമ്മളൊരു കോണ്ടൻറ്റ് ക്രിയേറ്ററൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ ഒരു ഷൂട്ടിനൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യമായിരിക്കും. അതല്ലാത്ത സമയങ്ങളിൽ എനിക്ക് ഒഴിവാക്കാൻ പറ്റുന്ന കുറേ കോസ്മെറ്റിക്സ് ഉണ്ട്, അപ്പോൾ അതൊക്കെ ഞാനൊന്ന് ഒഴിവാക്കാം എന്നൊക്കെയുള്ളൊരു തീരുമാനത്തിലേക്കൊക്കെയാണ് ഞാൻ വന്നിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൗ ഡു യു ഹാൻഡിൽ നെഗറ്റീവ് ക്രിറ്റിസിസം ആൻഡ് ഫീഡ്ബാക്ക് എന്നുള്ളതാണ്. ഫസ്റ്റ് എനിക്ക് ഇതുവരെ അങ്ങനെ ഒരുപാട് നെഗറ്റീവ് ക്രിറ്റിസിസംസ് വന്നിട്ടില്ല. നമ്മൾ ഈ ലൈഫ് സ്റ്റൈൽ വ്ളോഗിങ് ആയതുകൊണ്ട് തന്നെ പറയുന്ന ചില കാര്യങ്ങൾ എന്തെങ്കിലും ഒരു ടങ് സ്ലിപ്പൊക്കെ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ എന്തെങ്കിലും കമൻറ്റ്സ് വരിക എന്നുള്ളതല്ലാതെ ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ ഇതുവരെ എനിക്ക് ഉണ്ടായിട്ടില്ല. പക്ഷേ ഡെഫിനറ്റ്ലി അങ്ങനെ ഒരു കാര്യം ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഏത് നിമിഷവും നമ്മുടെ ലൈഫിൽ ഉണ്ടാകാൻ പറ്റുന്നൊരു കാര്യമാണ്. എപ്പോഴും ആളുകൾ നമ്മൾ ഇഷ്ടപ്പെടണമെന്നും നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല. നമ്മൾ ഇഷ്ടപ്പെടാത്ത ആളുകൾ ഉറപ്പായിട്ട് ഇതിനിടയിൽ തന്നെ ഉണ്ടായി വരും. അപ്പോൾ അവരെയും നമ്മൾ നേരിടേണ്ടതായിട്ടുള്ളതുണ്ട്. അപ്പം നമ്മുടെ സൈഡിൽ നിന്നുള്ളൊരു നെഗറ്റീവ് സംഭവങ്ങൾ കൊണ്ട് അങ്ങനെ ഒരു ക്യാമ്പയിൻ എനിക്കിഷ്ടമില്ല. എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ സോഷ്യൽ മീഡിയനെ കാണുന്നൊരു രീതിയുണ്ട്. ഇതാണ് എൻ്റെ എല്ലാം, സോഷ്യൽ മീഡിയയിലാണ് എൻ്റെ കരിയർ ഇരിക്കുന്നത് എന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല, ഒരിക്കലും ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നുമില്ല. ഈ ഒരു സോഷ്യൽ മീഡിയ ലൈഫ് എപ്പോൾ തൊട്ട് എൻ്റെ ലൈഫിൽ എന്നെ ഒരു എന്താ പറയുക സെൽഫായിട്ട് എനിക്കൊരു ഗ്രോത്ത് ഉണ്ടാക്കുന്നില്ല, നല്ലതായിട്ട് ചിന്തിക്കാൻ പറ്റുന്നില്ല, നല്ലതായിട്ട് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല, നല്ല മെസ്സേജസ് പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഇത് കാരണം എനിക്ക് പ്രത്യേകിച്ച് ഒന്നും അപ്പാർട്ട് ഫ്രം ഇതിൻ്റെ എന്താ പറയുക ബെനിഫിറ്റ് സൈഡിനകത്ത് നിന്ന് മാറ്റി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു സോഷ്യൽ മീഡിയ ലൈഫ് കൊണ്ട് ഞാൻ നേരത്തെ ജോലീൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യുന്നില്ല. അപ്പം നിർത്താൻ പറ്റുന്നൊരു ബന്ധമേ എനിക്ക് സോഷ്യൽ മീഡിയയുമായിട്ടുള്ളൂ. അപ്പം ഞാൻ ഇത് വേണ്ടാന്ന് വയ്ക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക നെഗറ്റീവ് ക്രിറ്റിസിസംസ് വന്നാലും ഫീഡ്ബാക്സ് വന്നാലും എല്ലാം വരണം, എന്നാലേ നമുക്കും അറിയത്തുള്ളൂ നമ്മൾ ഏതൊക്കെ ഏരിയാസിലാണ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ളത്, ആളുകൾ എന്തൊക്കെ വീഡിയോസാണ് നമ്മളുടെ അടുത്ത് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് അവർ നമ്മളെ കാണുന്നത്, നമ്മളെ കാരണം അവർക്ക് എന്തൊക്കെ ഇമ്പാക്റ്റാണ് അവരുടെ ലൈഫിൽ ഉണ്ടാകുന്നതെന്നൊക്കെ അറിയാനായിട്ട് പറ്റത്തുള്ളൂ. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയ സ്ട്രെസ് റിലീഫ് എന്ന് പറയുന്നത് ഇപ്പം എൻ്റെ ഇൻബോക്സിലും അതുപോലെ തന്നെ എൻ്റെ കമൻറ്റ് ബോക്സിലും വരുന്ന കമൻസും കാര്യങ്ങളൊക്കെയാണ്. ചേച്ചിൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ട്, ഒത്തിരി സന്തോഷമുണ്ട് കാണുമ്പം, ഒരു പോസിറ്റിവിറ്റി ഉണ്ട് എന്നൊക്കെ പറയുമ്പം ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പം എന്നെയും ഇത് കാണുന്ന ആൾക്കാർക്കും പേഴ്സണലായിട്ട് എൻ്റെ വീഡിയോസ് കൊണ്ട് ഒരു ഉപകാരവും ഇല്ലയെന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
അവിടെ ഞാൻ കൺട്രോളുകളും അതുപോലെ തന്നെ ബൗണ്ടറീസും ഒക്കെ കൊണ്ടുവരും എന്നുള്ളതാണ് എനിക്കിതിനെക്കുറിച്ച് പറയാനുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ലൈഫിൽ സക്സസ്സിനെ ഞാൻ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്, അതുപോലെ ഞാൻ എങ്ങനെയാണ് ഹമ്പിളായിട്ടിരിക്കുന്നതെന്നൊക്കെയാണ്. എൻ്റെ ഒരു ഇതെന്താണെന്ന് പറയുമോ, ഞാൻ പെട്ടെന്ന് അങ്ങനെ മിങ്കിളാവുന്നൊരു ടൈപ്പല്ല. എനിക്ക് നല്ല ടൈം എടുക്കും. എൻ്റെ ക്ലാസ്സിൽ ഇപ്പോൾ പഠിക്കുന്ന ഒരു കുട്ടീൻ്റെ അടുത്ത് ഞാൻ സംസാരിച്ചൊന്ന് സെറ്റായി വരാൻ വേണ്ടി എനിക്ക് 2 മാസം എടുത്തിട്ടുണ്ട്. കാരണം ആളും എന്നെപ്പോലെ തന്നെ ഫസ്റ്റ് ഒന്ന് സെറ്റായി വരാൻ കുറച്ച് സമയം എടുക്കുന്നൊരു ഇൻട്രോവേർട്ട് ആയിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം പെട്ടെന്ന് തന്നെ പുറമേ നിന്ന് കാണുമ്പോൾ വിചാരിക്കും ഞാൻ ഭയങ്കര ജാടയാണ്, അല്ലെ എനിക്ക് പെട്ടെന്ന് സംസാരിക്കാൻ അത്ര ഓപ്പൺ ടു ടോക്ക് അല്ല എന്നൊക്കെ തോന്നും. പക്ഷേ എനിക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയത്തില്ല. ഇപ്പോൾ ചില ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കും, ഞാൻ ഇന്ന് യൂണിവേഴ്സിറ്റിയിൽ വരുന്നുണ്ട്, ഇന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ ഈ ഒരു ആവശ്യത്തിന് വരുന്നുണ്ട്, ഒന്ന് മീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് മെസ്സേജ് അയക്കും. ആ സമയത്തൊക്കെ ഞാൻ അവരുടെ അടുത്ത് എക്സ്ക്യൂസ് മീ എന്ന് ചോദിച്ച് അതിൻ്റെ ആ സാഹചര്യത്തിൽ ഞാൻ ഒഴിയുകയാണ് ചെയ്യുന്നത്. കാരണം അങ്ങനത്തെ സിറ്റുവേഷൻസ് എനിക്ക് കുറച്ച് സ്ട്രെസ്ഫുള്ളാണ്. ഞാൻ എന്തെങ്കിലും സംസാരിച്ച് തുടങ്ങണോ, ഞാൻ എന്തെങ്കിലും പറഞ്ഞാലാണോ അവർക്ക് മറുപടി പറയാൻ പറ്റുക, അങ്ങനെയൊക്കെയുള്ള കുറച്ച് എനിക്ക് കുറച്ച് എൻ്റെ പ്രൈവറ്റ് ലൈഫിൽ ഞാൻ എന്താ പറയുക, എനിക്ക് കുറച്ച് സമയമെടുക്കും ആളുകളുമായിട്ടൊന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ കുറേ ആൾക്കാരുണ്ടെങ്കിലും അവിടെ എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് 2-3 പേരായിരിക്കും. ഈ 2-3 പേര് എനിക്ക് ലൈഫ് ടൈം നിൽക്കുന്ന ആൾക്കാരായിരിക്കും എനിക്ക്. അങ്ങനെയൊക്കെയാണ്. അപ്പം ഞാൻ ഹമ്പിളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഞാൻ എക്സ്പ്രസ് ചെയ്യുന്നത്. പിന്നെ സക്സസ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, അത് ഓരോ ചെറിയ ചെറിയ സക്സസ്സുകളും നമ്മുടെ ലൈഫിൽ നമുക്ക് ദൈവം തരുമ്പോൾ അതൊരു ഉത്തരവാദിത്വം നമ്മളെ ഏൽപ്പിച്ചതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അതിനെ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം. അങ്ങനെയാണ് എനിക്കിതിനെക്കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഇനി എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ കാര്യങ്ങൾ കുറച്ച് പേർക്കെങ്കിലും ഹെൽപ്ഫുൾ ആവുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷൻസിലൂടെ കടന്നുപോയ സമയത്ത് എന്നെ അവിടെ നിന്ന് മുമ്പോട്ട് കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അത് എൻ്റെ പ്രയർ ലൈഫുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതെനിക്ക് ഷെയർ ചെയ്യണം എന്ന ആഗ്രഹമുണ്ട് ഈ 24-ൻ്റെ എൻഡിൽ. അപ്പോൾ ആ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇതെൻ്റെ ലൈഫിൽ ഞാൻ എന്താ പറയുക അപ്ലൈ ചെയ്തിട്ട് എനിക്ക് നല്ല റിസൾട്ട് ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിലൂടെ തന്നെ പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ ഞാൻ പറയുന്നത്. അതിൽ തന്നെ കുറച്ച് വചനങ്ങളാണ് പറയാൻ പോകുന്നത്. ഫസ്റ്റത്തെ വചനം എന്ന് പറയുന്നത്, ദൈവം അറിയാതെയും അനുവദിക്കാതെയും ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. ഞാൻ വളരെ കൊച്ചായിരുന്ന സമയം മുതൽ ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നൊരു വചനമാണിത്. നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ സിംഗിൾ കാര്യങ്ങളും, നമ്മൾ ഒരാളെ പരിചയപ്പെടുന്നതാണെങ്കിലും നമ്മളിന്ന് കഴിക്കുന്ന ഫുഡ്, നമ്മളിടുന്ന ഡ്രസ്സ്, ഓരോ സിംഗിൾ കാര്യങ്ങൾ പോലും ദൈവം അറിഞ്ഞുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അറിയാതെയോ അനുവദിക്കാതെയോ ഒരു കാര്യങ്ങളും തന്നെ നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നില്ല. അപ്പോൾ ഇതുവരെ സംഭവിച്ചിട്ടുള്ള എല്ലാ നെഗറ്റീവ് സിറ്റുവേഷൻസ് ആണെങ്കിൽ പോലും അതും ദൈവം അറിഞ്ഞുകൊണ്ടാണ്. പോസിറ്റീവ് കാര്യങ്ങളാണെങ്കിലും അതും ദൈവം അറിഞ്ഞുകൊണ്ടാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഒരു ഇടപെടലുണ്ട്. ദൈവം നമ്മളെ എന്താ പറയുക, ഉള്ളം കയ്യിൽ കൊണ്ട് നടക്കുന്നത് പോലെ ഒരു കുഞ്ഞ് അതിൻ്റെ അപ്പൻ എങ്ങനെയാണ് നോക്കുക ഒരു കുഞ്ഞിനെ, അതുപോലെയാണ് ദൈവം നമ്മളെ കൊണ്ട് നടക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പം അതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ദൈവം അറിഞ്ഞുകൊണ്ടാണ് സംഭവിക്കുന്നതെന്നുള്ളത് ഉറച്ച് വിശ്വസിക്കുക. അപ്പം കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് എന്താ പറയുക സ്വയം ഒന്ന് ആശ്വസിക്കാനായിട്ട് പറ്റും. അടുത്ത വചനം, തക്ക സമയത്ത് ദൈവം നിന്നെ ഉയർത്തേണ്ടതിന് ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ്റെ കീഴിൽ താഴ്മയോടെ ഇരിക്കുക എന്നുള്ളതാണ്. ഇതിനകത്ത് പറയുന്ന മെയിൻ കാര്യം എന്ന് പറയുന്നത് എളിമയാണ്. എളിമ, അതുപോലെ തന്നെ വിനയം, നേരത്തെ പറഞ്ഞ ഹംബിൾനെസ് കാര്യങ്ങളൊക്കെയാണ്. ദൈവം എപ്പോഴും നമ്മളെ മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുമ്പോഴും അതിനെ പ്രിവെൻറ്റ് ചെയ്ത് നിർത്തുന്നൊരു സംഭവം എന്ന് പറയുന്നത് നമ്മൾ മുഖം തിരിച്ചിരിക്കുന്നത് കൊണ്ടാണ്. നമ്മൾ അങ്ങനെ ഒരു മാറ്റത്തിന് എന്താ പറയുക തയ്യാറല്ല, നമുക്കതിന് താല്പര്യമില്ല എന്ന് തോന്നുമ്പോഴാണ് ദൈവത്തിന് പോലും നമ്മുടെ ജീവിതത്തിലൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തുന്നത്. അപ്പം കൃത്യസമയത്ത് ഇപ്പം നമ്മളൊരു സിറ്റുവേഷനിൽ പെട്ട് അതിൽ വീഴുന്നതിന് മുമ്പല്ല, അതിന് തൊട്ട് മുമ്പായിട്ട് നമ്മളെ ദൈവം അവിടുന്ന് ഉയർത്തണമെന്നുണ്ടെങ്കിൽ, നമ്മളെ അവിടുന്ന് രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ശക്തമായ കരത്തിന് കീഴിൽ താഴ്മയോടെ ഇരിക്കുക എന്നാണ് പറയുന്നത്. അതായത് ദൈവത്തിൻ്റെ കീഴിൽ താഴ്മയോടെ ഇരിക്കുക എന്ന് പറയുന്നത് ദൈവസ്നേഹത്തിലായിരിക്കുക, ദൈവവിശ്വാസത്തിലായിരിക്കുക, ദൈവം തരുന്ന ആ ഒരു ഹോപ്പിൽ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ഏറ്റവും ഹമ്പിളായിട്ട് പ്രാർത്ഥനയോട്, ഒരു മുയൽക്കുഞ്ഞിനെ കണ്ടിട്ടില്ലേ, മുയൽ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, അതിൻ്റെ കൈ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അതുപോലെ പ്രാർത്ഥിച്ചുകൊണ്ട് വളരെ എളിമയോടെയും താഴ്മയോടെയും ദൈവത്തിൻ്റെ മുൻപിൽ ഏറ്റവും എളിമയോടെയും താഴ്മയോടെയും ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും വലിയ, നമുക്കൊരിക്കലും സർവൈവ് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്ന ഒരു പ്രശ്നമാണെങ്കിൽ പോലും അതിനകത്ത് നമുക്ക് ഈസി ആയിട്ട് പുറത്ത് വരാനായിട്ട് പറ്റും.
അടുത്തത് സംഭവിച്ചതെല്ലാം ദൈവം നന്മയ്ക്കായിട്ട് മാറ്റുന്നതാണ്. അതിനുള്ള ജീവിച്ചിരിക്കുന്ന ഒരു ഉദാഹരണമാണ് ഞാൻ. കാരണം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, ഇപ്പം എൻ്റെ ചൈൽഡ്ഹുഡിൽ എനിക്കുണ്ടായിട്ടുള്ള ട്രോമാസ് ആണെങ്കിലും, എൻ്റെ പ്രസൻറ്റ് ലൈഫിൽ ഞാൻ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളാണെങ്കിലും, തൊട്ട് മുമ്പേ എൻ്റെ ലൈഫിൽ എന്തിന് ഇങ്ങനെ ഒരു വേദന ദൈവം എനിക്ക് തന്നു, ഇങ്ങനൊരു സംഭവം എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിലുണ്ടായി, ഇതിനായിട്ട് എന്തിന് എന്നെ തിരഞ്ഞെടുത്തു എന്ന് എനിക്ക് തോന്നിപ്പോയിട്ടുള്ള പ്രശ്നങ്ങൾ പോലും പിന്നീട് എനിക്ക് നന്മയ്ക്കായിട്ട് മാറിയിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവുകൾക്ക് അല്ലെങ്കിൽ ഏറ്റവും നല്ല കുറേ റിസൾട്ട് ഉണ്ടാവുന്ന കാര്യങ്ങളിലേക്ക് ദൈവം അതിനെ മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് സംഭവിച്ച ഓരോ കാര്യങ്ങളും നമ്മുടെ നന്മയ്ക്കായിട്ടാണെന്നുള്ളത് ഉറച്ച് വിശ്വസിക്കുക. അതുമാത്രമേ നമ്മുടെ ലൈഫിൽ നടക്കുകയുള്ളൂ. അടുത്തത്, നിങ്ങളുടെ ഉത്കണ്ഠതകളെല്ലാം നിങ്ങൾ ദൈവത്തെ ഏൽപ്പിക്കുക. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. നമ്മൾ ചില സമയത്ത് അറ്റൻഷൻ, കെയർ, പ്രൊട്ടക്ഷൻ ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാറില്ലേ? അവരെന്നെ ശ്രദ്ധിക്കുന്നില്ല, അല്ലെ എൻ്റെ പാരൻസ് എന്നെ കൂടുതലായിട്ട് കെയർ ചെയ്യുന്നില്ല, എൻ്റെ ഫ്രണ്ട്സ് എന്നെ വേണ്ടത്ര അറ്റൻഷൻ എനിക്ക് തരുന്നില്ല, ടീച്ചേഴ്സ് എന്നെ ശ്രദ്ധിക്കുന്നില്ല, അല്ല എൻ്റെ പാർട്ട്ണർ എന്നെ മാക്സിമം നോക്കുന്നില്ല എന്നൊക്കെ നമുക്ക് തോന്നത്തില്ലേ? ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ആരാണ് നമുക്ക് ഏറ്റവും വലിയ അറ്റൻഷൻ തരേണ്ടത്? ആരാണ് നമ്മളെ ടേക്ക് കെയർ ചെയ്യേണ്ടത്? ഈ ഭൂമിയിലുള്ള ഒരു ക്രിസ്ത്യൻ വിമനായിട്ടുള്ള എനിക്കൊരു വിശ്വാസമുണ്ട്, ഈ ഭൂമിയിലുള്ള ഒരു മനുഷ്യനും അല്ലെങ്കിൽ ഒരു വ്യക്തിയിലും ഞാൻ ആശ്രയിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത്. കാരണം സോവേർജിയൻ ഗോഡ് വിമൻസിന് ഒരു പ്രോമിസ് കൊടുത്തിട്ടുണ്ട്. അവർക്ക് ജീവിതത്തിൽ എപ്പോഴൊക്കെയാണോ ദൈവത്തിന് ആവശ്യമായിട്ടുള്ളത് ആ സമയങ്ങളിലെല്ലാം ദൈവം അവരോടൊപ്പം ഉണ്ടായിരിക്കും എന്നുള്ളൊരു കാര്യം. അതുകൊണ്ട് നമ്മളെപ്പോഴും ഇൻഡിവിജ്വലായിട്ട് നമ്മളും ദൈവവും തമ്മിലുള്ളൊരു ബന്ധത്തെക്കുറിച്ചിട്ട് ആലോചിക്കുകയും അതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ദൈവം നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. നമ്മൾ ഓരോ ദിവസവും ചെയ്യുന്ന കാര്യങ്ങളിൽ ഒന്ന് ആലോചിച്ച് നോക്കാം. നമുക്ക് ദൈവത്തിൻ്റെ ഒരു അനുവാദം വാങ്ങാനായിട്ട് പറ്റുകയാണ്. ഇന്ന് ഞാൻ എന്ത് ഡ്രസ്സാണ് ഇടേണ്ടത്, ഇന്ന് ഞാൻ അവിടെ പോയിക്കോട്ടെ, അല്ലെങ്കിൽ ഞാൻ ഇന്ന് ആ കാര്യം ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്ന് ദൈവമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യുന്നതിനെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ലൈഫിൽ ഇപ്പം പ്രാക്ടീസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതിനെല്ലാം ദൈവം മറുപടി പറയും നമ്മളോട്. എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് പറഞ്ഞു തരും. നമുക്ക് നമ്മുടെ തെറ്റുകൾ നമുക്ക് ചൂണ്ടിക്കാണിച്ച് തരും. നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മളോട് ആവശ്യപ്പെടും. വലിയ കാര്യങ്ങൾ നമ്മളെ ഏൽപ്പിക്കും. അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി ഉണ്ടാവാനായിട്ടുള്ളതുണ്ട്. അപ്പോൾ നമ്മുടെ ഉത്കണ്ഠതകളെല്ലാം ദൈവത്തെ ഏൽപ്പിക്കുക. നമുക്ക് ഒരുപാട് ടെൻഷനുണ്ട്, സ്ട്രെസ്സുണ്ട്, നാളത്തെ ദിവസം എന്താവുമെന്ന് പോലും നമുക്ക് അറിയത്തില്ലാത്ത അവസ്ഥകളുണ്ട്, പല കാര്യങ്ങളും നമുക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റാത്തതുണ്ട്, നമുക്ക് ആരോട് ഷെയർ ചെയ്യാൻ പറ്റാത്ത ഇൻസെക്യൂരിറ്റീസ് നമുക്കുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ആരുമായിട്ടാണ് ഷെയർ ചെയ്യേണ്ടത്? നമ്മുടെ പാരൻസ്, ടീച്ചേഴ്സ്, പാർട്ട്ണർ, ഇവരോടൊന്നും ഷെയർ ചെയ്യാൻ പാടില്ല എന്നുള്ളതല്ല. പക്ഷേ നിങ്ങൾ ഇതിനൊരു സൊല്യൂഷനാണ് ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത് തീർച്ചയായിട്ടും ഷെയർ ചെയ്യേണ്ടത് ദൈവത്തോടാണ്. അതാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ ഉത്കണ്ഠതകളെല്ലാം ദൈവത്തെ ഏൽപ്പിക്കുക. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ദൈവം ഡെഫിനറ്റായിട്ടും നമ്മുടെ എല്ലാ പ്രാർത്ഥനകൾക്കും മറുപടി ഉറപ്പായിട്ടും തരും. കാലം മറുപടി പറയാതെ പോയിട്ടുള്ള ഒരു ചോദ്യങ്ങളും ഇല്ല. ദൈവം ഉറപ്പായിട്ടും നമ്മുടെ എല്ലാ പ്രാർത്ഥനകൾക്കും മറുപടി പറയും. അടുത്തത് വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു വചനമാണ്. എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, അത് നിൻ്റെ നാശത്തിനായിട്ടുള്ളതല്ല, മറിച്ച് നിൻ്റെ ക്ഷേമത്തിനായിട്ടുള്ളതാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം നമ്മളെ ഈ ഭൂമിയിലേക്ക് അയക്കുന്നതിന് മുമ്പായിട്ട് ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു പ്ലാനുണ്ട്, ഒരു പദ്ധതിയുണ്ട്. നമ്മൾ എങ്ങനെ ജീവിക്കണം, നമ്മൾ ആരോടൊപ്പം ആയിരിക്കണം, നമ്മൾ ഈ ഭൂമിയിലേക്ക് എന്തൊക്കെ കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചിട്ടൊക്കെ ദൈവത്തിന് കൃത്യമായിട്ടുള്ളൊരു പ്ലാനും പദ്ധതിയുണ്ട്. അതിനാണ് ഒരു ഡെസ്റ്റിനി എന്നൊക്കെ പറയുന്നത്. അപ്പം ആ പ്ലാൻ എന്ന് പറയുന്നത് നിൻ്റെ നാശത്തിനായിട്ടുള്ളതല്ല, മറിച്ച് നിൻ്റെ ക്ഷേമത്തിനായിട്ടുള്ളതാണ്, നിനക്ക് നല്ലതിനായിട്ടുള്ളൊരു പ്ലാനാണ് ഉള്ളത്. അപ്പം നമ്മൾ ഓരോ വ്യക്തികളെക്കുറിച്ചും, നമ്മൾ എത്ര പാപത്തിൽ കഴിയുന്നവരായിക്കോട്ടെ, അല്ലെങ്കിൽ എത്ര കഷ്ടപ്പാടിൽ കഴിയുന്നവരായിക്കോട്ടെ, നമുക്കൊരിക്കലും പുറത്ത് വരാൻ പറ്റില്ല എന്ന് പറയുന്ന പല സാഹചര്യങ്ങളും ജീവിക്കുന്ന ആൾക്കാരായിക്കോട്ടെ, ബട്ട് സ്റ്റിൽ ഗോഡ് ഹാസ് എ പ്ലാൻ ഫോർ യു. ട്രസ്റ്റ് ദ ടൈമിങ്, ട്രസ്റ്റ് ഹിസ് പ്ലാൻസ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ. നമുക്ക് വെറുതെ ഓക്കെ നന്നായിട്ട് പഠിക്കാം, മാർക്ക് വാങ്ങാം, ഒരു ജോലി ചെയ്യാം, ശമ്പളം വാങ്ങാം, അത് വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം, നമുക്ക് എൻജോയ് ചെയ്യാം. പക്ഷേ ഇതിനൊക്കെ അപ്പുറത്തേക്ക് നിന്നിട്ട് ദൈവം നമ്മളെക്കുറിച്ചിട്ട് എന്താണ് ആഗ്രഹിക്കുന്നത് അത് നമ്മൾ ഇതുവരെ മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടോ? നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ ശ്രദ്ധാലുവാണോ എന്നുള്ളതൊക്കെ വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ് നമ്മുടെ ജീവിതത്തിൽ. ഈ 24 വരെ ഇതിനെക്കുറിച്ചിട്ടൊക്കെ ചിന്തിച്ചിട്ടില്ലാത്ത ആൾക്കാരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് നിങ്ങൾ ഇതിനെക്കുറിച്ചിട്ട് സീരിയസ് ആയിട്ട് ചിന്തിച്ച് തുടങ്ങണമെന്നാണ് ഞാൻ പറയുന്നുള്ളൂ. കാരണം എൻ്റെ ലൈഫിൽ ഞാൻ ഫോളോ ചെയ്തിട്ട് എനിക്ക് സക്സസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ ഇതിനു മുമ്പ് എൻ്റെ പേഴ്സണൽ ലൈഫ് എക്സ്പീരിയൻസ് പറഞ്ഞത് തന്നെയായിരുന്നു, നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ ദൈവത്തിന് നിങ്ങളെക്കുറിച്ചിട്ടുള്ള ക്ഷേമത്തിനായിട്ടുള്ള പദ്ധതികൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറാവുക. അതെന്തൊക്കെയാണ് നിങ്ങൾ മനസ്സിലാവുക. നിങ്ങളുടെ നാശത്തിലേക്ക് നിങ്ങളുടെ ഒരു തീരുമാനങ്ങളും പോവാതെ നിങ്ങൾക്ക് നല്ലത് വരണമെന്ന് മാത്രം ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ദൈവത്തോടൊപ്പം ചേർന്നിരിക്കാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു 25 സാധിക്കട്ടെ എന്ന് ഞാൻ
ഒത്തിരി 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 സ്നേഹത്തോടെ പ്രാർത്ഥിക്കുകയാണ്. അപ്പം ഈ ഒരു വീഡിയോ നമ്മളിന്നിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ എന്നോട് സംസാരിക്കാനോ ഡിസ്കസ് ചെയ്യാനോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾക്ക് ഇൻബോക്സിൽ മെസ്സേജ് അയക്കാം. അതുപോലെ ഈ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാം. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ ബൈ.